ഏവർക്കും നമസ്കാരം. ഞാൻ വിശാഖ് പാവുമ്പ. ചലഞ്ചറിൻ്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. വരാൻ പോകുന്ന സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും വളരെയധികം ഉപകാരം ചെയ്യുന്നൊരു വീഡിയോ ആണ്. അപ്പം നമ്മൾ നാളെ നടക്കാൻ പോകുന്ന പരീക്ഷയ്ക്ക് ഇതിലെ എല്ലാ ചോദ്യങ്ങളും ചോദിക്കുമോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയില്ല, ചോദിക്കില്ല. ഇതിലെ ഒരു ചോദ്യമെങ്കിലും ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും എനിക്കറിയില്ല, ഒരു ചോദ്യം പോലും കാണില്ല. പക്ഷേ ഇനി വരാൻ പോകുന്ന പല പരീക്ഷകൾക്കും നിങ്ങൾക്ക് ഇത് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അപ്പോൾ ഈ ഒരു ക്ലാസ് കുറേ പേർക്കെങ്കിലും എല്ലാം തന്നെയും പുത്തൻ അറിവുകളായിരിക്കും. അല്ലെങ്കിൽ കുറച്ച് പേർക്കെങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങളെങ്കിലും പുതിയ അറിവുകളായിരിക്കും. അതുകൊണ്ട് എല്ലാവരും ഇത് ആദ്യാവസാനം കാണുക. ശേഷം നിങ്ങളുടെ വിലയേറിയ കമൻസ് നമുക്ക് അത്യാവശ്യമാണ്. നിങ്ങളുടെ കമൻസുകളാണ് നമ്മുടെ ആർജവം, നമ്മുടെ ഊർജം. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ആരംഭിക്കുന്നു. കുറേയധികം ചോദ്യങ്ങളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ്. എയിൽ നിന്നും ബിയിലേക്ക് ഒരു ബസ് സ്റ്റോപ്പുകളിൽ ഒന്നും നിർത്താതെ മണിക്കൂറിൽ 54 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ചു. അടുത്ത ദിവസം സ്റ്റോപ്പുകളിൽ നിർത്തി സഞ്ചരിച്ചപ്പോൾ ശരാശരി വേഗത മണിക്കൂറിൽ 45 കിലോമീറ്റർ ആയിരുന്നു എങ്കിൽ മണിക്കൂറിൽ എത്ര മിനിറ്റ് വെച്ചാണ് ബസ് നിർത്തിയിട്ടത്? 4 ഓപ്ഷനും കാണാൻ കഴിയുന്നുണ്ട്. ഒന്നുകൂടെ പറയാം. എയിൽ നിന്നും ബിയിലേക്ക് ഒരു ബസ് സ്റ്റോപ്പുകളിൽ ഒന്നും നിർത്താതെ എന്ന് പറഞ്ഞാൽ മക്കളെ ഫുൾ ടൈം ഓടിയപ്പോൾ 54 കിലോമീറ്റർ വേഗതയിലാണ് സഞ്ചരിച്ചത്. എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂറിൽ 54 കിലോമീറ്റർ സഞ്ചരിക്കാൻ പറ്റും. ഒരു മണിക്കൂറിൽ 54 കിലോമീറ്റർ സഞ്ചരിക്കാൻ പറ്റും. ഓക്കെ. എന്നാൽ തൊട്ടടുത്ത ദിവസം സ്റ്റോപ്പുകളിൽ നിർത്തി സഞ്ചരിച്ചപ്പം മണിക്കൂറിൽ 45 കിലോമീറ്ററെ സഞ്ചരിക്കാൻ പറ്റിയുള്ളൂ. മണിക്കൂറിൽ മക്കളെ 45 കിലോമീറ്ററെ സഞ്ചരിക്കാൻ പറ്റിയുള്ളൂ അല്ലേ? എങ്കിൽ ബസ് എത്ര മിനിറ്റ് ആണ് സ്റ്റോപ്പുകളിൽ നിർത്തിയിട്ടത് എന്നാണ് ചോദിക്കുന്നത്. ഞാൻ പറയാം മക്കളെ, ഒന്ന് ആലോചിച്ച് നോക്കി. 54 കിലോമീറ്റർ ബസ് സ്റ്റോപ്പുകളിൽ ഒന്നും നിർത്താതെയാണ് വരുന്നതെങ്കിൽ മണിക്കൂറിൽ 54 കിലോമീറ്റർ സഞ്ചരിക്കും. ഇത് കുറേയധികം ആൾക്കാർ സമവാക്യത്തിലൊക്കെ പഠിക്കും. നമ്മൾ അങ്ങനൊന്നും പറയുന്നില്ല. മണിക്കൂറിൽ 54 കിലോമീറ്റർ സഞ്ചരിക്കും എന്ന് പറഞ്ഞാൽ 60 മിനിറ്റിൽ ആലോചിക്കും. 60 മിനിറ്റിൽ ഈ ബസ് 54 കിലോമീറ്റർ സഞ്ചരിക്കും സ്റ്റോപ്പുകളിൽ ഒന്നും നിർത്താതെ. സ്റ്റോപ്പുകളിൽ ഒന്നും നിർത്താതെയാണ് വരുന്നതെങ്കിൽ മണിക്കൂറിൽ 54 കിലോമീറ്റർ സഞ്ചരിക്കും. ശരിയാണോ? അങ്ങനെയെങ്കിൽ ഈ ബസ് അടുത്ത ദിവസം എത്ര? 45 കിലോമീറ്ററെ സഞ്ചരിച്ചുള്ളൂ മക്കളെ. 45 കിലോമീറ്റർ. അപ്പൊ നിങ്ങൾ ആലോചിക്കും, 54 കിലോമീറ്റർ സഞ്ചരിക്കാൻ 60 മിനിറ്റ് വേണം. ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റാ. അപ്പൊ 60 മിനിറ്റിൽ 54 കിലോമീറ്റർ സഞ്ചരിച്ച് എങ്കിൽ സ്റ്റോപ്പുകളിൽ നിർത്താതെയാണ് വരുന്നതെങ്കിൽ മക്കളെ 45 കിലോമീറ്റർ സഞ്ചരിക്കാൻ എത്ര മിനിറ്റ് വേണം എന്നൊന്ന് കണ്ടുപിടിക്കാൻ പറ്റത്തില്ലേ? സ്റ്റോപ്പുകളിൽ നിർത്താതെ വന്നാൽ 54 കിലോമീറ്റർ സഞ്ചരിക്കാൻ 60 മിനിറ്റ് വേണം. അതേപോലെ സ്റ്റോപ്പുകളിൽ നിർത്താതെ തന്നെ 45 കിലോമീറ്റർ സഞ്ചരിക്കാൻ എത്ര മിനിറ്റ് വേണം എന്ന് കണ്ടുപിടിച്ച് നോക്കിയേ. സ്റ്റോപ്പുകളിൽ നിർത്താതെയാണെങ്കിൽ 45 കിലോമീറ്റർ സഞ്ചരിക്കാൻ എത്ര സമയം വേണമെന്നറിയാൻ ഇതിനെ ക്രോസ് ഗുണിച്ചാൽ മതി. അപ്പൊ ക്രോസ് ഗുണിക്കുമ്പം മക്കളതാ 60 × 45 ഡിവൈഡഡ് ബൈ, അതായത് രണ്ട് സംഖ്യ വന്നിരിക്കുന്ന ഏത് വരെയാണോ അതെപ്പോഴും മുകളിൽ എഴുതണം. ഡിവൈഡഡ് ബൈ 54. ശരി, 54നെ 45നെ 9 കൊണ്ട് വെട്ടാം. 6 9 54, അതായത് 9 6 തവണ. 9 5 45, 5 തവണ. 6-നകത്ത് 6 ഒരു തവണ, 60-നകത്ത് 10 തവണ. 10 × 5 50. മക്കളെ 50 എന്ന് കിട്ടും. ഇവിടെ മിനിറ്റ് ആണേ, അപ്പൊ ഇതും മിനിറ്റാ. അതായത് സ്റ്റോപ്പുകളിൽ ഒന്നും നിർത്താതെയാണ് വരുന്നതെങ്കിൽ ആ വാഹനത്തിന് 45 കിലോമീറ്റർ സഞ്ചരിക്കാൻ യഥാർത്ഥത്തിൽ 50 മിനിറ്റ് മതി. സ്റ്റോപ്പുകളിൽ ഒന്നും നിർത്താതെയാണ് വരുന്നതെങ്കിൽ യഥാർത്ഥത്തിൽ ആ വാഹനത്തിന് 45 കിലോമീറ്റർ സഞ്ചരിക്കാൻ 50 മിനിറ്റ് മതി. പക്ഷേ പറയുന്നുണ്ട് ഈ വാഹനം അടുത്ത ദിവസം മണിക്കൂറിൽ 45 കിലോമീറ്റർ സഞ്ചരിച്ചുള്ളെന്ന്. മണിക്കൂറിൽ 45 സഞ്ചരിച്ചുള്ളു എങ്കിൽ ഈ വാഹനം നിർത്തിയല്ലേ വന്നത്. എത്ര മിനിറ്റ് നിർത്തിയിട്ടു എന്നല്ലേ കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ മൊത്തം 60 മിനിറ്റാ. അതിലെ 50 മിനിറ്റും വാഹനം ഓടിയേത് അല്ലേ? 45 കിലോമീറ്റർ സഞ്ചരിക്കാൻ വേണ്ടി 50 മിനിറ്റ് എടുത്തു എങ്കിൽ വാഹനം നിർത്തിയിട്ടിരുന്ന സമയം മക്കളെ 60 മിനിറ്റ് 50 മിനിറ്റ് കുറച്ചാൽ മതി, 10 മിനിറ്റ്. ഓപ്ഷൻ ബി 10 ആണ് നമ്മുടെ ശരി ഉത്തരം. മനസ്സിലായോ? ക്ലിയർ അല്ലേ? നമുക്ക് ഇതേപോലെയുള്ള അടുത്തൊരു ചോദ്യം പരിശോധിക്കാം. സ്റ്റോപ്പുകളിൽ നിർത്താതെ ഒരു ബസ് 80 km/h വേഗതയിൽ സഞ്ചരിക്കുന്നു. സ്റ്റോപ്പുകളിൽ നിർത്തി സഞ്ചരിച്ചപ്പോൾ ശരാശരി വേഗത 60 km/h ആയിരുന്നു എങ്കിൽ ഒരു മണിക്കൂറിൽ എത്ര മിനിറ്റ് ആണ് ബസ് നിർത്താൻ എടുത്തത്?
കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഒന്ന് പൗസ് ചെയ്തതിന് ശേഷം സ്വന്തമായിട്ട് ചെയ്യണേ മക്കളെ. നിങ്ങൾക്കുള്ള ചോദ്യങ്ങളും ഉണ്ട്, എനിക്കുള്ള ചോദ്യവും ഉണ്ട്. ഞാനൊരു ചോദ്യം ചെയ്യും, അടുത്ത ചോദ്യം നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ ശ്രമിക്കണം എപ്പോഴും. ഇതാ നോക്ക്, സ്റ്റോപ്പുകളിൽ നിർത്താതെ ഒരു ബസ് 80 km/h വേഗതയിൽ സഞ്ചരിക്കുന്നു എന്ന് പറഞ്ഞാൽ 1 മണിക്കൂറിൽ മക്കളെ 80 കിലോമീറ്റർ സഞ്ചരിക്കുന്നു. 1 മണിക്കൂറിൽ മക്കളെ 80 കിലോമീറ്റർ സഞ്ചരിക്കുന്നു. 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ്. അതായത് 60 മിനിറ്റിൽ മക്കളെ 80 കിലോമീറ്റർ സഞ്ചരിക്കുന്നു. 60 മിനിറ്റിൽ 80 കിലോമീറ്റർ സഞ്ചരിക്കുന്നു. ഓക്കെ, ഇനി അടുത്ത ദിവസം എന്തോ സംഭവിച്ചേ? സ്റ്റോപ്പുകളിൽ നിർത്തിയാ വന്നേ. അപ്പോൾ 1 മണിക്കൂറിൽ 60 കിലോമീറ്ററെ സഞ്ചരിച്ചുള്ളു 1 മണിക്കൂറിൽ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, യഥാർത്ഥത്തിൽ ഈ ബസ് സ്റ്റോപ്പിൽ നിർത്താതെ വന്നാൽ, ഒരു സ്റ്റോപ്പിൽ നിർത്താതെയാണ് വരുന്നതെങ്കിൽ 60 കിലോമീറ്റർ സഞ്ചരിക്കാൻ എത്ര സമയം വേണമെന്ന് അങ്ങ് കണ്ടുപിടിക്കാം. ശരിയാണോ? എടാ, സ്റ്റോപ്പുകളിൽ നിർത്താതെ വരുന്ന ബസ്സിന് 80 കിലോമീറ്റർ സഞ്ചരിക്കാൻ 60 മിനിറ്റ് വേണം. 60 മിനിറ്റ് എങ്കിൽ സ്റ്റോപ്പുകളിൽ നിർത്തി വരുന്ന ബസ്സിന്റെ കാര്യം നമ്മുടെ ചോദ്യം. അപ്പൊ നമ്മൾ തൽക്കാലം എന്ത് കണ്ടുപിടിക്കും? സ്റ്റോപ്പുകളിൽ നിർത്താതെ തന്നെ 60 കിലോമീറ്റർ സഞ്ചരിക്കാൻ എത്ര സമയം വേണമെന്ന് കണ്ടുപിടിക്കും. അത് കണ്ടുപിടിക്കാൻ ഇത് ക്രോസ് ഗുണിക്കും. അങ്ങനെ ഗുണിക്കുമ്പോൾ എന്താ നോക്ക്, 60 × 60 അല്ലേ? 2 സംഖ്യ വന്നിരിക്കുന്ന വര ഇതാ, ഡിവൈഡഡ് ബൈ 80 താഴെ, 0 0 വെട്ടി, 2 കൊണ്ട് വെട്ടാം. 8-നകത്ത് 2 4 തവണ, 6-നകത്ത് 2 3 തവണ, 4-നകത്ത് 2 2 തവണ, 60-നകത്ത് 2 30 തവണ, വീണ്ടും വെട്ടാം. 2-നകത്ത് 2 1 തവണ, 30-നകത്ത് 15 തവണ, 15 3 മക്കളെ 45 എന്ന് വരും. 45 മിനിറ്റ് എന്ന് കിട്ടും. അതായത് സ്റ്റോപ്പുകളിൽ നിർത്താതെയാണ് ഈ ബസ് വരുന്നതെങ്കിൽ മക്കളെ, സ്റ്റോപ്പുകളിൽ നിർത്താതെയാണ് വരുന്നതെങ്കിൽ 60 കിലോമീറ്റർ സഞ്ചരിക്കാൻ 45 മിനിറ്റ് മതി. എടാ, 60 കിലോമീറ്റർ സഞ്ചരിക്കാൻ 45 മിനിറ്റ് മതി. പക്ഷേ അപ്പം ഈ ബസ് നിർത്തി വന്നോണ്ടല്ലേ മക്കളെ 60 കിലോമീറ്റർ സഞ്ചരിക്കാൻ 1 മണിക്കൂർ എടുത്തത്. എങ്കിൽ ഈ 45 മിനിറ്റേ ബസ് ഓടിയിട്ടുള്ളൂ. ബാക്കി ആ 1 മണിക്കൂറിന്റെ ബാക്കി സമയം മൊത്തം ബസ് സ്റ്റോപ്പിൽ നിർത്താൻ ഉപയോഗിച്ചു അല്ലേ? എങ്കിൽ നമുക്കറിയാം 60 മിനിറ്റ് മൊത്തം ബസ് യാത്രക്കെടുത്തത്. അതിൽ 45 മിനിറ്റേ ഓടിയിട്ടുള്ളൂ. എങ്കിൽ ബാക്കി 15 മിനിറ്റ് ആണ് നിർത്തി വരാൻ വേണ്ടി ഉപയോഗിച്ചത്. ഓപ്ഷൻ സി 15 ആണ് ശരി ഉത്തരം. മനസ്സിലായോ? എളുപ്പമല്ലേ? നമുക്ക് അടുത്ത ചോദ്യം നോക്കിയാലോ. 1 സ്ക്വയർ 2 സ്ക്വയർ 3 സ്ക്വയർ അങ്ങനെ പോയി 10 സ്ക്വയർ ഇവയുടെ തുക എത്ര? ഇതാണ് ചോദ്യം. മക്കളെ, വർഗസംഖ്യകളുടെ തുക കാണുക എന്നതാണ് ചോദ്യം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും കൂടെ സ്ക്വയർ കണ്ടുപിടിക്കാം. നിങ്ങൾക്കറിയാം, 1ന്റെ സ്ക്വയർ 1 ആണ്, 2ന്റെ സ്ക്വയർ 4 ആണ്, 3ന്റെ സ്ക്വയർ 9 ആണ്, 4ന്റെ സ്ക്വയർ 16, 5ന്റെ സ്ക്വയർ 25, 6ന്റെ സ്ക്വയർ 36, 7ന്റെ സ്ക്വയർ 49, 8ന്റെ സ്ക്വയർ 64, 9ന്റെ സ്ക്വയർ 81, 10ന്റെ സ്ക്വയർ 100. അതെല്ലാം കൂടെ കൂട്ടിയാൽ ഉത്തരം കിട്ടും. ഒന്നും പറ്റാത്തവർക്ക് ദൈവം എന്തെങ്കിലുമൊക്കെ ഒരു മാർഗം കാണിച്ചു തരുമെന്ന് പറഞ്ഞാൽ അതുണ്ട് മക്കളെ. ഇനി യഥാർത്ഥത്തിൽ ഇതിന്റെ സ്ക്വയർ അങ്ങനെ എക്സെട്ര ഇട്ട് ഒരു 25ന്റെ സ്ക്വയർ വരെ ആയിരുന്നെങ്കിൽ, 10ന് പകരം എക്സെട്ര ഇട്ട് 25ന്റെ വരെ സ്ക്വയർ ആയിരുന്നെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഇച്ചിരി പാടാ. അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാർഗം ഇതാ. സ്ക്വയറുകളുടെ തുക കാണാൻ മക്കളെ, വർഗങ്ങളുടെ തുക കാണുന്ന സമവാക്യം ഇങ്ങനെയാണ്. ഇത് നിങ്ങൾ കാണാതെ പഠിച്ചേ മതിയാകൂ. n × n+1 ഇൻറ്റു 2n+1 ഡിവൈഡഡ് ബൈ 6. ഒന്നുകൂടെ പറയാം, n × n+1 നിർത്ത് ഇൻറ്റു 2n+1 ബൈ 6. ഒന്നുകൂടെ പറയാം, n × n+1 ഇൻറ്റു 2n+1 ബൈ 6. ഒന്നുകൂടെ പറ, എൻ്റെ കൂടെ ഒരു 3 വട്ടം പറയണം. n × n+1 ഇൻറ്റു 2n+1 ബൈ 6. ഒന്നുകൂടെ പറ, n × n+1 ഇൻറ്റു 2n+1 ബൈ 6. ഒന്നുകൂടെ പറ, n × n+1 ഇൻറ്റു 2n+1 ബൈ 6 എന്ന് പറഞ്ഞാൽ n എന്ന് പറഞ്ഞാൽ മക്കളെ എത്ര വരെയുള്ളത് ആണോ കാണേണ്ടത് അതുവരെ. അപ്പൊ ഇവിടുത്തെ n-ന്റെ വില എത്ര? 10. അപ്പം 10 × 10+1 മക്കളെ, n 10, 10+1 11 അല്ലേ? 11 ഇൻറ്റു 2 × 10. n-ന്റെ വില 10, 2 × 10 11, 2 × 10 20, 20 × 1 20+1 21. ഓക്കെ, അപ്പൊ 10 × 11 × 21 എന്ന് വരും. അതായത് ഇത് എഴുതുന്ന എളുപ്പമാർഗം ഇത്രയേ ഉള്ളൂ. നമുക്ക് വേണ്ട സംഖ്യ 10 വരെയുള്ള സ്ക്വയറാ. 10 × നിങ്ങൾ ഇതൊന്നും നോക്കാൻ നിൽക്കണ്ട, 10 കഴിഞ്ഞുള്ള സംഖ്യ 11,
10 ഇൻറ്റു 10 കഴിഞ്ഞുള്ള സംഖ്യ 11 ഇൻറ്റു ആ എഴുതിയ രണ്ട് സംഖ്യകളുടെ കൂട്ടി അങ്ങ് എഴുതണം. 10ഉം 11 കൂട്ടിയാൽ 21. മക്കളെ നിങ്ങൾ എങ്ങനെ എഴുതിയാലും അങ്ങനെ വരത്തുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്ക്, ശരിയല്ലയോ? എടാ 10 എഴുതി, ശേഷം 10 + 1 11, പിന്നെ 2 ഇൻറ്റു 10 20, 20 + 1 21. എടാ എപ്പോഴും അങ്ങനെ വരത്തുള്ളൂ. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് വേണ്ടത് 10 വരെയുള്ള തുകയാണ്. 10 ഇൻറ്റു 10 കഴിഞ്ഞുള്ള സംഖ്യ 11 ഇൻറ്റു എഴുതിയ രണ്ട് സംഖ്യകളുടെ കൂട്ടുക 10ഉം 11 കൂട്ടിയാൽ 21 ഡിവൈഡഡ് ബൈ 6. ഇതാണ് നമ്മുടെ എന്താ സ്ക്വയറുകളുടെ തുക കാണുന്ന മാർഗം. വെട്ടാം. 6നകത്ത് 2 എന്ന സംഖ്യ 3 വെട്ടാം. 10നകത്ത് 2 5 തവണ, 3നകത്ത് 3 ഒരു തവണ, 21നകത്ത് 7 തവണ. ഇനി വെട്ടാനൊന്നുമില്ല. 7 5 35 അല്ലേ? 35 ഇൻറ്റു 11 5 5 3 8, 385 എന്ന് വരും. 385 ഇവിടം വരെയുള്ള സ്ക്വയറുകളുടെ തുക. ക്ലിയർ ആണോ? ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. മക്കളെ ഒരു ബോണസ് പോയിന്റ് ആയിട്ട് ഇരുന്നോട്ടെ. ഒരു ബോണസ് പോയിന്റ്, അതായത് ഈ സ്ക്വയറുകളുടെ ആവറേജ് ആണ് ചോദിക്കുന്നതെങ്കിൽ, മക്കളെ ആവറേജ് ആണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ ചോദിക്കും ഇത്രയും സംഖ്യകളുടെ, അതായത് സ്ക്വയറുകളുടെ ശരാശരി എത്ര എന്നാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ സമവാക്യത്തിൽ ഒരു മാറ്റം വരുത്തണം. അതായത് ഈ ആദ്യം കാണുന്ന എന്നിനെ അങ്ങ് എഴുതാറെ ബാക്കി മാത്രം എഴുതണം. n+1 ഇൻറ്റു 2n+1 ഡിവൈഡഡ് ബൈ 6. ഇതാണ് മക്കളെ സ്ക്വയറുകളുടെ ശരാശരി കാണുന്ന മാർഗം. സ്ക്വയറുകളുടെ ശരാശരി കാണുന്ന മാർഗം അതെന്താണെന്നൊക്കെ പലർക്കും ചിന്തിക്കാൻ പറ്റും. എടാ തുക തുകയായി എണ്ണം കൊണ്ട് ഹരിക്കുമ്പം, എണ്ണം എന്ന് പറഞ്ഞാൽ n കൊണ്ട് ഹരിക്കുമ്പം താഴത്തെ എന്നും ഈ ഒരു എന്നൂടെ വെട്ടിപ്പോവും. അപ്പൊ ശരാശരി ബാക്കിയുള്ളതായിട്ട് മാറും. നിങ്ങൾ തൽക്കാലം ഓർത്ത് നോക്ക്, സ്ക്വയറുകളുടെ തുക കാണുന്നത് എങ്ങനെയാ? n ഇൻറ്റു n+1. എടാ n ഇൻറ്റു n+1 ഇൻറ്റു 2n+1 ബൈ 6. ഒന്നുകൂടെ പറ, n ഇൻറ്റു n+1 ഇൻറ്റു 2n+1 ബൈ 6. ഇനി ശരാശരി കാണണമെങ്കിൽ ആദ്യത്തെ n ഇല്ലാതങ്ങ് പറഞ്ഞാൽ മതി. n+1 ഇൻറ്റു 2n+1 ബൈ 6. n+1 ഇൻറ്റു 2n+1 ബൈ 6. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. നോക്ക്. 1 അധികം 4 അധികം 9 അധികം 16 അധികം എക്സെട്ര അധികം 225. കാണുമ്പോഴേ എല്ലാവർക്കും അറിയാം സ്ക്വയറുകളാ. 1 എന്ന് പറയുന്ന 1ന്റെ സ്ക്വയറാ, 2 2ന്റെ സ്ക്വയറാ 4. അങ്ങനെ പോയി 15ന്റെ സ്ക്വയർ ആണ് 225. നമ്മൾ എന്ത് ചെയ്യും? എടാ ആദ്യത്തെ 15 സ്ക്വയർ നമ്പേഴ്സിന്റെ സമ്മാണ് വേണ്ടത്. നമുക്കറിയാം സ്ക്വയറുകളുടെ സമ്മ് കാണുന്ന മാർഗം എന്തുവാ മക്കളെ? n ഇൻറ്റു n+1. ഞാൻ ഒന്നുകൂടെ എഴുതുക നിങ്ങളുടെ മനസ്സിനെ കുറയ്ക്കാൻ വേണ്ടി. ഇൻറ്റു 2n+1 ഇൻറ്റു 2n+1 ഡിവൈഡഡ് ബൈ 6. ശരി, നമുക്ക് 15 വരെയുള്ള, അതായത് 1ന്റെ സ്ക്വയർ 2ന്റെ സ്ക്വയർ 3ന്റെ സ്ക്വയർ അങ്ങനെ 15 വരെയുള്ള സ്ക്വയർ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം 15 സ്ക്വയറുകൾ കണ്ടുപിടിക്കാൻ, തുക കണ്ടുപിടിക്കാൻ 15 അങ്ങോട്ട് എഴുതും. 15 ഇൻറ്റു 15നോട് 1 കൂട്ടി 16 ഇൻറ്റു 15ഉം 16ഉം തമ്മിൽ കൂട്ടി 31. ഓക്കെ ആണോ? 15 അങ്ങോട്ട് എഴുതി, 15നോട് 1 കൂട്ടി 16 എഴുതി, ആ എഴുതിയ 15ഉം 16 കൂട്ടി 31 എഴുതി, ഡിവൈഡഡ് ബൈ 6. വെട്ടാൻ പറ്റും. 6നകത്ത് 3 എന്ന സംഖ്യ 2 തവണ, 15നകത്ത് 3 5 തവണ, 2നകത്ത് 2 ഒരു തവണ, 16നകത്ത് 8 തവണ. 8 5 40. മക്കളെ 8 5 40. 40 ഇൻറ്റു 31. 1 4 4 4 3 12 1240 എന്ന് വരും. 1240. അപ്പൊ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള സംഖ്യകളുടെ തുക, അതായത് സ്ക്വയറുകളാ മക്കളെ, സ്ക്വയറുകളാ, അതിന്റെ തുക 1240. അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയുന്നു, സ്ക്വയറുകളുടെ ആവറേജ് കാണാൻ മക്കളെ, ആവറേജ് കാണാൻ പറ. എടാ ആദ്യത്തെ n അങ്ങ് മാറ്റിയിട്ട് n+1 ഇൻറ്റു 2n+1 ഡിവൈഡഡ് ബൈ 6 എന്ന് ഓർത്ത് വെച്ചാൽ മതി. മനസ്സിലായോ? അടുത്ത ചോദ്യം, ക്യൂബുകളുടെ തുക. 1 ക്യൂബ് 2 ക്യൂബ് 3 ക്യൂബ് 4 ക്യൂബ് അങ്ങനെ 10 വരെയുള്ളതിന്റെ ക്യൂബുകളുടെ തുകയാണ് കണ്ടുപിടിക്കുന്നത്. ക്യൂബുകളുടെ തുക. ഓക്കെ, ക്യൂബുകളുടെ തുക. മക്കളെ ക്യൂബുകളുടെ തുക കാണുന്ന സമവാക്യം ഇങ്ങനെയാണ്: n ഇൻറ്റു n+1 ബൈ 2. ഇതെന്താണെന്ന് ഓർമ്മയുണ്ടോ? എടാ നോർമലി നമ്മളെ എണ്ണൽ സംഖ്യകളുടെ തുക കാണുന്ന സമവാക്യമാണിത്.
n ഇൻറ്റു n പ്ലസ് 1/2. മക്കളെ n ഇൻറ്റു n പ്ലസ് 1/2 പറ. എണ്ണൽ സംഖ്യകൾ അഥവാ കൗണ്ടിങ് നമ്പേഴ്സ് അല്ലെങ്കിൽ നാച്ചുറൽ നമ്പേഴ്സ്, അതിന്റെ തുക കാണുന്ന സമവാക്യമാണ് n ഇൻറ്റു n പ്ലസ് 1/2. n ഇൻറ്റു n പ്ലസ് 1/2. ഇതിനെ മൊത്തത്തിൽ ഒരു സ്ക്വയർ ചെയ്യുന്നതാണ് ക്യൂബുകളുടെ തുക. ഇതിനെ മൊത്തത്തിൽ ഒന്ന് സ്ക്വയർ കൊടുത്താൽ അതാണ് ക്യൂബുകളുടെ തുക. അപ്പൊ പറ, നമുക്ക് എനിക്ക് 1 മുതൽ 10 വരെ വേണം. 10 നമ്മുടെ n എന്ന് പറഞ്ഞാൽ 10. ആദ്യത്തെ 10 ക്യൂബുകളുടെ തുക. ആദ്യത്തെ n എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 10. അപ്പൊ എന്നിന്റെ സ്ഥാനത്ത് 10. 10 പ്ലസ് 1 11 ഡിവൈഡഡ് ബൈ 2 ദി ഹോൾ സ്ക്വയർ. പറയൂ, 2-നകത്ത് 2 ഒരു തവണ, 10-നകത്ത് 2 5 തവണ. 5 ഇൻറ്റു 11 55. 55ന്റെ സ്ക്വയർ. അവസാനം 25 വരും. 5 ഇൻറ്റു 6 30. 3025. അതായത് ഇവിടം തൊട്ട് ഇവിടം വരെ കാണുന്ന ഈ ക്യൂബുകളുടെ തുക മക്കളെ 3025 ആണ്. 3025. അപ്പോൾ പറ ക്യൂബുകളുടെ തുക കാണുന്ന എങ്ങനെ? പറ. n ഇൻറ്റു n പ്ലസ് 1/2 ദി ഹോൾ സ്ക്വയർ. പറ, n ഇൻറ്റു n പ്ലസ് 1/2 ദി ഹോൾ സ്ക്വയർ. എടാ, n ഇൻറ്റു n പ്ലസ് 1/2 അത് നമ്മുടെ എണ്ണൽ സംഖ്യകളുടെ തുക കാണുന്ന മാർഗമാണ്. എണ്ണൽ സംഖ്യകളുടെ തുക. അതിനെ മൊത്തത്തിൽ സ്ക്വയർ ചെയ്താൽ ക്യൂബുകളുടെ തുകയായി. അപ്പൊ നമ്മൾ നേരത്തെ ആവറേജ് പറഞ്ഞുകൊണ്ട് ഇവിടെ ആവറേജ് എന്ന് പറയുക. ഓർത്തു വെക്കാൻ പറ്റുമെങ്കിൽ തൽക്കാലം ഓർത്തു വെക്ക്. ഇത് വന്ന വഴിയും ഭൂമിശാസ്ത്രമൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം. മക്കളെ, സംഭവം ഇത്രയേ ഉള്ളൂ. n ഇൻറ്റു n പ്ലസ് 1ന്റെ മാത്രം സ്ക്വയർ. n അങ്ങനെ തന്നെ എഴുതുക. n പ്ലസ് 1ന്റെ മാത്രം സ്ക്വയർ ഡിവൈഡഡ് ബൈ 4. ഇതാണ് ക്യൂബുകളുടെ ശരാശരി കാണുന്ന മാർഗം. തൽക്കാലം നാളത്തെ പരീക്ഷയ്ക്ക് വേണ്ടിയെങ്കിലും ഓർത്തു വെക്ക്. n എഴുതുക, എന്നിട്ട് n പ്ലസ് 1ന് മാത്രം സ്ക്വയർ എടുക്കണം. n പ്ലസ് 1ന്റെ മാത്രം സ്ക്വയർ എടുക്കണം ഡിവൈഡഡ് ബൈ 4. ഇതാണ് ക്യൂബുകളുടെ ശരാശരി കാണുന്ന മാർഗം. ഓക്കെ, ഇതാണ് ക്യൂബുകളുടെ ശരാശരി കാണുന്ന മാർഗം. ഒന്ന് പറഞ്ഞേ, n അങ്ങനെ തന്നെ. ഇനി ഇപ്പുറത്തുള്ള n പ്ലസ് 1ന്റെ മാത്രം സ്ക്വയർ ഡിവൈഡഡ് ബൈ 2ന്റെ സ്ക്വയർ. എടാ, ഈ n അങ്ങനെ തന്നെ. ശേഷം n പ്ലസ് 1ന്റെ മാത്രം സ്ക്വയർ. താഴത്തെ ഈ 2ന്റെ സ്ക്വയർ. 2ന്റെ സ്ക്വയർ 4. എടാ, ഈ n-നെ അങ്ങനെ തന്നെ എഴുതണം. ഇവന്മാരുടെ സ്ക്വയർ n പ്ലസ് 1ന്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2ന്റെ സ്ക്വയർ. 2ന്റെ സ്ക്വയർ എടുക്കണം. ആറായി കൊടുത്തിരിക്കുന്നത്. ക്ലിയർ? അടുത്ത ചോദ്യം. 1 പ്ലസ് 8 പ്ലസ് 27 പ്ലസ് 64 പ്ലസ് എക്സെട്രാ പ്ലസ് 512. 1 എന്ന് പറഞ്ഞാൽ മക്കളെ 1ന്റെ ക്യൂബ. 8 എന്ന് പറഞ്ഞാൽ മക്കളെ 2ന്റെ ക്യൂബ. 27 എന്ന് പറഞ്ഞാൽ മക്കളെ 3ന്റെ ക്യൂബ. അങ്ങനെ പോയി 512 എന്ന് പറഞ്ഞാൽ മക്കളെ 8ന്റെ ക്യൂബ. അപ്പൊ മനസ്സിലായി, 1 മുതൽ ആദ്യത്തെ 8 ക്യൂബ് സംഖ്യകളുടെ തുക. ആദ്യത്തെ 8 ഘനസംഖ്യ. ചിലപ്പോ ചോദിക്കും, ആദ്യത്തെ 10 ഘനസംഖ്യ. ഘനം എന്ന വാക്ക് എന്ത് തന്നെ മക്കളെ? ഘനസംഖ്യ എന്ന് പറഞ്ഞാൽ ക്യൂബ് നമ്പർ തന്നെയാണേ. നാളെ മറന്നുപോകല്ലേ. ഘനസംഖ്യ എന്ന് പറഞ്ഞാൽ ക്യൂബ് നമ്പർ തന്നെ. അപ്പൊ ആദ്യത്തെ 8 ക്യൂബ് നമ്പറുകളുടെ തുക കണ്ടുപിടിക്കണം. നമുക്കറിയാം ക്യൂബ് നമ്പറിന്റെ സമ്മ് കാണുന്നത് n ഇൻറ്റു n പ്ലസ് 1/2. ഇതെന്തിന്റെയാ? എണ്ണൽ സംഖ്യ. ഇതിനെ മൊത്തത്തിൽ സ്ക്വയർ ചെയ്യുന്നതാണ് നമ്മുടെ ഉത്തരം. ഓക്കെ, അപ്പൊ 8 എണ്ണത്തിന്റെ കാണണമെങ്കിൽ 8 ഇൻറ്റു 8 പ്ലസ് 1 9 ഡിവൈഡഡ് ബൈ 2 ദി ഹോൾ സ്ക്വയർ. 2-നകത്ത് 2 ഒരു തവണ, 8-നകത്ത് 4 തവണ. 9 4 36. 36ന്റെ സ്ക്വയർ എടുക്കണം. 36ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ മക്കളെ 9 6ന്റെ സ്ക്വയർ 36. 6 3 18 36. ഓക്കെ, 6 9 12 1296 എന്ന് വരും. 1296 36ന്റെ സ്ക്വയർ. അതുകൊണ്ട് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള സംഖ്യകളുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ തുക എന്ന് പറഞ്ഞാൽ മക്കളെ 1296. ക്ലിയർ? അടുത്ത ചോദ്യത്തിലോട്ട്. 3/25 പ്ലസ് 3/26 പ്ലസ് 3/27 പ്ലസ് 3/28ന്റെ ഘടകമായത് ഏത്? ഇതിന്റെ ഘടകമായ ഒരു സംഖ്യ താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അതല്ലെങ്കിൽ PS ചോദിക്കും, ഇതിനെ നിശേഷം ഹരിക്കാൻ കഴിയുന്ന സംഖ്യ. ഇതിന്റെ ഒരു ഘടകമായിരിക്കുമല്ലോ എപ്പോഴും. അപ്പൊ ഇതിന്റെ ഘടകം ചോദിച്ചാലോ അല്ലെങ്കിൽ ഇതിനെ നിശേഷം ഹരിക്കാൻ കഴിയുന്ന സംഖ്യ താഴെ തന്നിരിക്കുന്നതിൽ ഏത് എന്ന് ചോദിച്ചാലോ നിങ്ങൾ ചെയ്യേണ്ട മാർഗം എന്തുവാ? മക്കളെ, നിങ്ങൾ ചെയ്യേണ്ട എത്രയേ ഉള്ളൂ.
എടാ നമുക്കറിയാം കൃത്യംഗങ്ങൾ സങ്കലനം എന്ന് പറഞ്ഞാൽ അഡീഷൻ. സങ്കലനത്തിന് പ്രത്യേക നിയമമൊന്നുമില്ല. കൃത്യംഗങ്ങൾ കൂട്ടുമ്പോൾ മക്കളെ നിയമങ്ങളൊന്നും അനുശാസിക്കുന്നില്ല, നിയമങ്ങളൊന്നുമില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചാൽ ദാ 3/25 എന്ന് പറഞ്ഞാൽ 3/25 എന്ന് പറഞ്ഞാൽ 3നെ 3 ഗുണം 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 എന്ന് പറഞ്ഞ് 25 തൊട്ട് എഴുതിയിരിക്കുമോ, ഗുണിച്ചിരിക്കുമോ. 3/26 എന്ന് പറഞ്ഞാൽ വീണ്ടും 3 ഗുണം 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 എന്ന് പറഞ്ഞ് 26 വട്ടം ഗുണിച്ചിരിക്കുമോ. അവിടെ 27 വട്ടം, ഇവിടെ 28 വട്ടം. നിങ്ങൾ പറ, എല്ലായിടത്തുനിന്നും കോമൺ ആയിട്ട് എത്ര തവണ 3നെ പുറത്തെടുക്കാം? എല്ലായിടത്തും കോമൺ ആയിട്ട് എത്ര വട്ടം ഉണ്ട്? എടാ 3 25 തവണ എല്ലായിടത്തും കാണത്തില്ലയോ? എല്ലായിടത്തും കാണത്തില്ലയോ? എല്ലായിടത്തും 3 25 വട്ടം ഉണ്ട്. കാര്യം ഇവിടെ 25 വട്ടം ഉണ്ട്, ഇവിടെ 26 വട്ടം ഉണ്ട്, ഇവിടെ 27 വട്ടം ഉണ്ട്, ഇവിടെ 28 വട്ടം ഉണ്ട്. അപ്പൊ എല്ലായിടത്തും 25 വട്ടം കോമൺ അല്ലേ? അപ്പം 3/25 കോമൺ ആയിട്ട് എടുക്കും. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ പിന്നെ മക്കളെ 3/25 പുറത്ത് വന്നു കഴിഞ്ഞാൽ 0 ഉള്ളെന്ന് പറയരുത്. കാര്യം ഇതും ഇതൂടെ ഇവിടെ എഴുതാൻ പോകുന്ന സംഖ്യയുടെ ഗുണിച്ചാൽ തിരിച്ച് ഇത് കിട്ടണം. എങ്കിൽ പറ, ഇവിടെ ആരായിരിക്കും? ഒരു 1 വരണം. 1 പ്ലസ് ഇവിടുന്ന് 3/25 പുറത്തേക്കോ. പിന്നെ ഒരു 3 അധികം ഇല്ലേ? ഒരു 3 അധികം ഉണ്ട്. എന്ന് പറഞ്ഞാൽ 3/1 ഉണ്ട്. പ്ലസ് 3/27 എന്ന് പറഞ്ഞാൽ 27 വട്ടത്തിൽ നിന്ന് 25 വട്ടവും പുറത്തേക്കോ. ബാക്കി 3 രണ്ടെണ്ണം അകത്തില്ലേ? 3/2 പ്ലസ് അടുത്തതോ 3/3. നോക്കാം. 3/25 ഇൻറ്റു 1 അധികം 3/1 3 തന്നെ. 3ന്റെ സ്ക്വയർ 9. 3ന്റെ ക്യൂബ് 27. നോക്കിയ മക്കളെ, വില കൊടുത്തേ 3/25. ഇതിലൂടെ നമുക്ക് ഇതാ ഗുണിക്കുവാന്നേ. 27 3 30, 39 1 40. മക്കളെ 3/25 ഇൻറ്റു 40 എന്ന് വരത്തില്ലേ? 3/25 ഇൻറ്റു 40 എന്ന് പറഞ്ഞാൽ ഈ സംഖ്യ, അതായത് ഞാൻ ഈ ഒരു സംഖ്യയാണ് ഇങ്ങോട്ട് മാറ്റി എഴുതിയിരിക്കുന്നത്. എടാ ഈ സംഖ്യ എന്ന് പറയുന്നത് ഒരു 40ന്റെ ഗുണിതമല്ലേ മക്കളെ? ഒരു 40ന്റെ ഗുണിതമല്ലേ? 40 ഇൻറ്റു എന്ന് പറഞ്ഞ് കിടന്നാൽ മനസ്സിലായി 40ന്റെ ഗുണിതമാ. 40ന്റെ ഗുണിതമാ. എടാ എന്ന് പറഞ്ഞാൽ ഈ സംഖ്യയെ 40 കൊണ്ട് ഹരിക്കാം. അതല്ലെങ്കിൽ ഈ സംഖ്യയുടെ ഒരു ഘടകമാണ് 40. ഈ സംഖ്യയുടെ ഒരു ഘടകമാണ് 40. നിങ്ങൾ ഓപ്ഷനിൽ നോക്കണം 40 എന്ന സംഖ്യ ഉണ്ടോന്ന്. ഇല്ല. പിന്നെ നോക്കേണ്ടത് 40നെ ഹരിക്കാൻ പറ്റുന്ന സംഖ്യ വല്ലതും ഉണ്ടോ നോക്കണം. എന്ന് പറഞ്ഞാൽ 40ന്റെ ഘടകമായ സംഖ്യ വല്ലതും ഉണ്ടോ നോക്കണം. ആദ്യം നോക്കണം 40ന്റെ ഘടകം 40 ഉണ്ടോ നോക്കണം. 40 ഇല്ല. എങ്കിൽ 40ന്റെ ഏത് ഘടകമുണ്ടെങ്കിലും നമുക്ക് 40നെ ഹരിക്കാം. അല്ലെങ്കിൽ ഈ സംഖ്യയെ മൊത്തത്തിൽ ഹരിക്കാം. പറ, 40ന്റെ ഒരു ഘടകമായ സംഖ്യ ഓപ്ഷനിലുണ്ട്. അതെ അതെ, ഓപ്ഷൻ എ 5 ആണ് നമ്മുടെ ശരി ഉത്തരം. 5 ആണ് നമ്മുടെ ശരി ഉത്തരം. മനസ്സിലായോ? ക്ലിയർ അല്ലേ? ദാ അടുത്തൊരു ചോദ്യം. ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, ഒരെണ്ണം ഞാൻ ചെയ്തിട്ട് ഒരെണ്ണം നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ നോക്കണം. മക്കളെ ഒന്ന് ചെയ്ത് നോക്കണേ. പോസ് ചെയ്യുക, ചെയ്ത് നോക്കുക. പറ, ഇവിടെ 61 വട്ടം ഉണ്ട്. ഇവിടെ 6 62 വട്ടം. ഇവിടെ 6 63 വട്ടം. നമ്മൾ എന്തോ ചെയ്യും? 3 6/61 പുറത്തെടുക്കാം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ പിന്നെ മക്കളെ 1, ഇവിടെ പിന്നെ 6/1, അപ്പുറത്ത് പിന്നെ 6/2 ബാക്കിയുണ്ട്. ഓക്കെ, 6/61 ഇൻറ്റു 1 അധികം 6/1 6 പ്ലസ് 6ന്റെ സ്ക്വയർ 36. ശരി, 6/61 ഇൻറ്റു 36 6 42 1 43. മക്കളെ 43. 6/61 ഇൻറ്റു 43 എന്ന് വരും. അതായത് ഈ സംഖ്യ ഒരു 43ന്റെ ഘടകമാണ്. അല്ലെങ്കിൽ 43 കൊണ്ട് നിശേഷം ഹരിക്കാം. 43 കൊണ്ട് നിശേഷം ഹരിക്കാം. 43 കൊണ്ട് നിശേഷം ഹരിക്കാം. നിങ്ങൾ നോക്ക്, ഓപ്ഷനിൽ 43 ഉണ്ടോ? ഉണ്ട്. അപ്പൊ നമ്മൾ ഇനി വേറെ ഘടകങ്ങളെ കാണാൻ പോകണ്ട. 43 ഓപ്ഷനിലുണ്ട്. ഇനി 43 പ്രത്യേകിച്ച് വേറെ ഘടകങ്ങളില്ല. കാര്യം 43 ഒരു പ്രൈം നമ്പറാണ്. അതുകൊണ്ട് 43 തന്നെ കൊടുത്തിട്ടുണ്ട്. മക്കളെ നമ്മുടെ ശരി ഉത്തരം 43 ആകുന്നു. ഓപ്ഷൻ സി. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ഇതാ നോക്ക്. 1 2 6 30 210 2310. 1 2 6 30 210 2310 ഡാഷ് ഒരു ശ്രേണിയാണ്, നല്ലൊരു ശ്രേണിയാണ്. 1 2 6 30 210 2310. ഇത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല റേഞ്ചിലാണ് സംഖ്യ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല റേഞ്ചിലാണ്.
അപ്പോൾ എന്തായാലും കൂട്ടിയൊന്നും പോയാൽ ഇത്രയും കിട്ടത്തില്ല, കുറച്ച് പോയാൽ എന്തായാലും കിട്ടത്തില്ല, ഹരിച്ചാൽ തീരെയും കിട്ടത്തില്ല. അപ്പോൾ ഏകദേശം ഗുണനവുമായിട്ടോ അല്ലെങ്കിൽ സ്ക്വയറോ ക്യൂബോ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളായിരിക്കാം മക്കളെ. കാര്യം ഇത്രയൊക്കെ ഗ്യാപ്പൊക്കെ വരണമെങ്കിൽ നോക്ക്, ഇത്രയൊക്കെ ഗ്യാപ്പ് വരണമെങ്കിൽ ഒന്നുകിൽ ഗുണിച്ച് ഗുണിച്ച് ഗുണിച്ച്, അതല്ലെങ്കിൽ സ്ക്വയർ എടുത്ത് അല്ലെങ്കിൽ ക്യൂബ് എടുത്ത് അങ്ങനെ വല്ലതും ആയിരിക്കും. കാര്യം എങ്കിലേ സംഖ്യ അത്രയും ഹൈ റേഞ്ചിൽ പോകത്തുള്ളൂ. ശരിയാണോ? അപ്പൊ എന്തായാലും കൂട്ടലല്ല, കൂട്ടിയല്ല പോകുന്നത്, കുറച്ചല്ല, ഹരിച്ചല്ല. ഓക്കെ, പിന്നെ ഗുണനമുണ്ട്, സ്ക്വയർ ഉണ്ട്, ക്യൂബ് ഉണ്ട്. നമുക്ക് അങ്ങനെ നോക്കാം, ഗുണിച്ചു നോക്കാം. എടാ, ഒന്നിനെ എത്ര കൊണ്ട് ഗുണിച്ചാൽ 2 കിട്ടും? 2 കൊണ്ട് ഗുണിച്ചാൽ. രണ്ടിനെ എത്ര കൊണ്ട് ഗുണിച്ചാൽ 6 കിട്ടും? 2 × 3 ആണ് 6. 6നെ 5 കൊണ്ട് ഗുണിച്ചാൽ മക്കളെ 30. 5 കൊണ്ട് ഗുണിച്ചാൽ 30 × 7. 30 × 7 മക്കളെ 210. 30 × 7 3 × 21. അപ്പൊ 210നെ ഉറപ്പായിട്ട് എന്താ 11 കൊണ്ട് ഗുണിച്ചതാണ് മക്കളെ 2310. 9 കൊണ്ടല്ല, 11 കൊണ്ട്. കാണുമ്പോ തന്നെ മനസ്സിലായി, എടാ ഈ ഗുണിച്ച് 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 പോകുന്ന സംഖ്യകൾക്ക് എന്തോ പ്രത്യേകതയുണ്ട്. ഗുണിച്ച് 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 പോകുന്ന സംഖ്യകൾക്ക് എന്തോ പ്രത്യേകതയുണ്ട് മക്കളെ. 2ൽ തുടങ്ങി, 2 ഒരു ഇരട്ട സംഖ്യ. കുറച്ച് പേര് പറയും എടാ ഒറ്റ സംഖ്യ ഗുണിച്ച് ഗുണിച്ചാ പോയിരിക്കുന്നതെന്ന്. എടാ 2 ഇരട്ട സംഖ്യയാണേ. അപ്പൊ ഈ 2 ഇരട്ട സംഖ്യ ഇതുകൂടെ ചേർന്ന് വരുന്നൊരു സംഖ്യ നമ്മൾ പഠിക്കുന്നുണ്ട്. അതെ അതെ അതെ, പ്രൈം നമ്പർ, അഭാജ്യ സംഖ്യ മക്കളെ. അഭാജ്യ സംഖ്യ, എടാ ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യയാണ് 2, പിന്നെ 3, പിന്നെ 5, പിന്നെ 7, പിന്നെ 11. അപ്പോഴേ മനസ്സിലായി പ്രൈം നമ്പറുകളാണ് ഗുണിക്കുന്നത്. എങ്കിൽ അടുത്ത ഗുണിക്കേണ്ടത് അടുത്ത പ്രൈം നമ്പർ ആയ 13. അപ്പൊ നമ്മുടെ ഉത്തരം വരേണ്ടത് 2310നെ 13 കൊണ്ട് ഗുണിക്കണം. ഓക്കെ, ഒരു 3 3 3 9 3 2 6 1 3 2. ഓക്കെ, 3 9 1 10 0 ശിഷ്ടം 1 6 3 9 1 10 10 0 വീണ്ടും ശിഷ്ടം 1 2 1 3. ഇങ്ങനെ വരും. ഒരു 0 ഉണ്ടായിരുന്നേ. 30,030 മക്കളെ. നമ്മുടെ ശരി ഉത്തരം 30,030. ഓക്കെ, മനസ്സിലായി കാണും എന്ന് കരുതുന്നു. അടുത്തൊരു ചോദ്യം. ഓക്കെ, 4m ഈക്വൽ ടു 32 × 32 × 32 × 32 ആയാൽ എമ്മിന്റെ വില എത്ര? മക്കളെ 4m സമം 32 × 32 × 32 × 32 ആയാൽ എമ്മിന്റെ വില എത്ര എന്നാണ് ചോദിക്കുന്നത്. ഇനി നമ്മൾ എപ്പോഴും കൃത്യംഗങ്ങൾ ലഘൂകരിക്കാൻ, കൃത്യംഗങ്ങളുടെ ലഘൂകരണത്തിന് ഞാൻ എപ്പോഴും എല്ലാ ഉദ്യോഗാർത്ഥികളോടും പറയുന്നതാണ്, സാധിക്കുന്ന ഏക പോംവഴി മക്കളെ സമചിഹ്നത്തിന് ഇടതുവശത്തും വലതുവശത്തും ഒരേപോലെ ബേസ് കൊണ്ടുവരണം. ഒരേ ബേസ് എന്ന് പറഞ്ഞാൽ താഴെ എഴുതുന്ന സംഖ്യ ഒരേ ബേസ് കൊണ്ടുവരണം. എടാ, കൃത്യംഗങ്ങൾ ലഘൂകരിക്കാൻ ഏറ്റവും നല്ല മാർഗം ഇടതുവശത്തും മക്കളെ LHSലും RHSലും ഒരേ ബേസ് കൊണ്ടുവരണം. ഒരേ ബേസ് കൊണ്ടുവരണം. അപ്പൊ നിങ്ങൾ പറ, ഇടതുവശത്ത് ബേസ് 4, വലതുവശത്ത് ബേസ് 32. 32 എന്ന് പറഞ്ഞാൽ 4ന്റെ ആരുമല്ല, 4ന്റെ സ്ക്വയർ 16, 4ന്റെ ക്യൂബ് 64. അപ്പൊ 32 4ന്റെ ആരുമല്ല, 4ന്റെ ആരുമല്ല. എടാ, ഇവിടെ ഒരു 64 ആയിരുന്നെങ്കിൽ നമുക്ക് എഴുതാം 4ന്റെ ക്യൂബ് എന്ന് എഴുതായിരുന്നു. ഇവിടെ അത് പറ്റത്തില്ല. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് ചോദിച്ചാൽ മക്കളെ, ഈ 4നെയും ഈ 32നെയും വേറെ ഏതെങ്കിലും സംഖ്യയുടെ പവറുകളാക്കി എഴുതാൻ പറ്റുമോ? പറ്റും. 2ന്റെ എടാ 2ന്റെ ശരിയാണോ? അപ്പൊ എങ്ങനെ എഴുതാം? ഈ 4നെ മാത്രം ഞാൻ എഴുതുക മക്കളെ, 2ന്റെ സ്ക്വയർ. ഈ 4നെ മാത്രമാണേ, ഈ 4നെ മാത്രം എഴുതി 2ന്റെ സ്ക്വയർ ഹോൾ റേസ് ടു അവിടെ എന്തുണ്ട്? ഒരു m ഉണ്ട്. ഈക്വൽ ടു, എനിക്കറിയാം 32 എന്ന് പറഞ്ഞാൽ 2ന്റെ 5ാമത്തെ പവറാണ്. കാര്യം 2 4 8 16 32 ഇരട്ടി എന്ന് പറഞ്ഞു നോക്കിയാൽ മതി. 2 ഇരട്ടി 4 ഇരട്ടി 8 ഇരട്ടി 16 ഇരട്ടി 32. അപ്പൊ 2 റേസ് ടു 5 ഇൻറ്റു ഇതും മക്കളെ 2 റേസ് ടു 5 ഇൻറ്റു 2 റേസ് ടു 5 ഇൻറ്റു 2 റേസ് ടു 5. ഇവിടെ a റേസ് ടു m ദ ഹോൾ റേസ് ടു n എന്ന നമുക്കറിയാം a റേസ് ടു mn അതായത് 2m ഈക്വൽ ടു a റേസ് ടു m ഇൻറ്റു a റേസ് ടു n, a റേസ് ടു m ഇൻറ്റു a റേസ് ടു n, a റേസ് ടു m ഇൻറ്റു a റേസ് ടു n എന്ന ഫോമിലല്ലേ. അപ്പൊ നമ്മൾ 2 താഴെ എഴുതും, ഈ പവറുകളെല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടിയും എഴുതും. 5 10 15 20 രണ്ടിടത്തും ഒരേ ബേസ് ആയി. മക്കളെ ബേസ് വെട്ടിക്കളയാം. കണ്ടോ, ഇതിനു വേണ്ടി ഞാൻ പറഞ്ഞത് എപ്പോഴും ബേസ് സെയിം ആക്കാൻ.
എടാ 2 എമ്മിൻ്റെ വില 20, 2 എമ്മിൻ്റെ വില 20 എങ്കിൽ 1 എമ്മിൻ്റെ വില 20/2, നമ്മുടെ ഉത്തരം 10. ഓക്കെ അല്ലേ? ക്ലിയർ ആയി കാണും എന്ന് കരുതട്ടെ. നമ്മുടെ ശരി ഉത്തരം മക്കളെ ഇതാ ഇവിടെ ഉണ്ട്, ഓപ്ഷൻ ഡി 10 ആണ്. ഓക്കെ, ഇതാ അടുത്ത ചോദ്യം. 2k = 128 ആയാൽ കെയുടെ വില എത്ര? വളരെ സിമ്പിളാ. 2k = 128 ആയാൽ കെയുടെ വില. മക്കളെ ഇടതുവശത്തും വലതുവശത്തും ഒരേ ബേസ് വരണം. അപ്പൊ ഇവിടെ 2 ആണ്, 2k ആണ്. നമുക്കറിയാം 128 2ന്റെ ഒരു ബന്ധുവാ അല്ലേ? 2ന്റെ എത്രാമത്തെ പവർ ആവാൻ ആണെന്നറിയാൻ ഇരട്ടി എന്ന് പറഞ്ഞു നോക്കിയാൽ മതി. 2, 4, 8, 16, 32, വീണ്ടും 64, 128, 7ാമത്തെ പവറാ, 7ാമത്തെ. അവ 2/7 എന്ന് എഴുതാം. 2/7. ഇവിടെ 2ഉം 2ഉം പോയി, രണ്ടിടത്തും ഒരേ ബേസ് ആയി. കെയുടെ വില വളരെ സിമ്പിൾ ആയിട്ട് പറയാം, 7 ആണ്. ഓപ്ഷൻ ബി 7 ആണ് ശരി ഉത്തരം. മനസ്സിലായോ? സിമ്പിൾ. ഇതാ അടുത്തത്. √3n = 243 ആയാൽ എന്നിന്റെ വില എത്ര? മക്കളെ √3n = 243 ആയാൽ എന്നിന്റെ വില എത്ര എന്നാണ് ചോദിക്കുന്നത്. ഇത് ചെയ്യുന്ന ശരിക്കുള്ള മാർഗമൊക്കെ നമ്മൾ കൃത്യംഗങ്ങൾ എന്ന പാഠം വരുമ്പോൾ പറഞ്ഞു തരും. ഇങ്ങനൊരു ചോദ്യം എപ്പോൾ ചോദിച്ചാലും ചെയ്യാൻ പറ്റുന്ന ഷോർട്ട് കട്ട് ഞാനങ്ങ് പറഞ്ഞുതരാം. ഇങ്ങനൊരു ചോദ്യം എപ്പോൾ ചോദിച്ചാലും ചെയ്യാൻ പറ്റുന്ന ഷോർട്ട് കട്ട് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇവിടുത്തെ എന്നിന്റെയോ എമ്മിന്റെയോ എക്സിന്റെയോ വിലയൊക്കെ കണ്ടുപിടിക്കാൻ നിങ്ങൾ ചെയ്യേണ്ട എത്രയേ ഉള്ളൂ മക്കളെ? LHS ഇതാ ഇവിടെ ബേസിൽ 3 അല്ലയോ? ബേസ് 3 അല്ലയോ? ബേസ് 3. അപ്പൊ നിങ്ങൾ RHSലും ഈ ഇവനെ ബേസ് 3 ആക്കി എഴുതണം. അത് എങ്ങനെ എഴുതുമെന്ന് ചോദിച്ചാൽ 243നെ ഫാക്ടറൈസ് ചെയ്യണം, ഘടകക്രിയ ചെയ്യണം 3 കൊണ്ട്. കാര്യം ഇടതുവശത്ത് 3 ആണെങ്കിൽ മക്കളെ വലതുവശത്ത് 3 ബേസ് കൊണ്ടുവരണം. അപ്പൊ ഈ 3 കൊണ്ട് ഇവനെ ഫാക്ടറൈസ് ചെയ്യുമോ? 3 കൊണ്ട് ചെയ്യുമ്പോൾ 8 3 24, 3നകത്ത് 3 ഒരു വട്ടം. വീണ്ടും 3 കൊണ്ട് ചെയ്യുമ്പോൾ 8നകത്ത് 3 2 തവണ. ശിഷ്ടം ഇവിടെ 2 ഉണ്ടേ, 21നകത്ത് 7 തവണ. വീണ്ടും 27നെ 3 കൊണ്ട് ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 9, 9നെ വീണ്ടും 3 കൊണ്ട് ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 3, 3നെ അവസാനമായിട്ട് 3 കൊണ്ട് ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 1. അപ്പൊ ഒരു കാര്യം മനസ്സിലായി. ഇടതുവശത്ത് 3 അതായത് √3n ഈക്വൽ ടു, അതായത് ഇവനെ അങ്ങനെ തന്നെ എഴുതിയേ 2 4 5 എന്ന് പറഞ്ഞാൽ 3 5 തവണ ഉണ്ട്. 5 തവണ 243നകത്ത് 3 5 തവണ. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ട എത്രയേ ഉള്ളൂ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇതങ്ങ് ചെയ്യണം. ആദ്യം ഇതങ്ങ് ചെയ്യണം. ഓക്കെ ആണേ? നമുക്ക് എന്നിന്റെ വിലയല്ലേ വേണ്ടത്? എന്നിന്റെ വില, ഈ എന്നിന്റെ വിലയല്ലേ വേണ്ടത്? ഈക്വൽ ടു എന്നിന്റെ സ്ഥാനത്ത് അവിടെ കിടക്കുന്ന 5 അങ്ങോട്ട് എഴുതണം. 5 അങ്ങോട്ട് എഴുതണം. ഇവിടം വരെ ഓക്കെ ആണോ? ഇവിടം വരെ ഓക്കെ ആണോ? എടാ ഈ √3n എന്നിന്റെ വില വേണം. അപ്പൊ n ഞാൻ ആദ്യം അങ്ങോട്ട് എഴുതി. ആ എന്നിന്റെ സ്ഥാനത്ത് ഇവിടെ കിടക്കുന്ന 5നെ അങ്ങോട്ട് എഴുതി. ക്ലിയർ? ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എടാ ഇവിടെ ഏത് റൂട്ടാന്ന് നോക്കണം. ഏത് റൂട്ടാ ഇത് മക്കളെ? ഇവിടെ ഒന്നും എഴുതിയില്ലെങ്കിൽ ഇവിടെ 2 ഉണ്ടെന്ന്, ഒരു സ്ക്വയർ റൂട്ടാണിത് അല്ലേ? അതേപോലെ ഇവിടെ ക്യൂബ് വേണേ കൊടുത്തേക്കാം, ക്യൂബ് റൂട്ടാവും. ചിലപ്പോൾ ഫോർത്ത് റൂട്ടാവും. നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ഏത് റൂട്ടാണോ, ഇവിടെ ഇപ്പോൾ ഒന്നും എഴുതിയില്ലെങ്കിൽ അതിന്റെ അർത്ഥം സ്ക്വയർ റൂട്ട് എന്നാണ്. ഇവിടെ വേറെ ഏത് സംഖ്യ, ഇവിടെ 3 വന്നാൽ ക്യൂബ് റൂട്ട്, അവിടെ 4 വന്നാൽ ഫോർത്ത് റൂട്ട്, അവിടെ 10 വന്നാൽ 10th റൂട്ട്. നിങ്ങൾ ചെയ്യേണ്ടത് എന്നിന്റെ സ്ഥാനം അങ്ങോട്ട് എഴുതി, n അങ്ങോട്ട് എഴുതി, എന്നിന്റെ സ്ഥാനത്തുള്ള സംഖ്യ എഴുതി 5 ഇൻറ്റു ഇവിടെ ഏത് റൂട്ടാണോ ആ സംഖ്യ കൊണ്ട് ഗുണിക്കണം. ഏത് റൂട്ടാണോ മക്കളെ, ഇവിടെ സ്ക്വയർ റൂട്ടാണ്, ഇവനെ അതുകൊണ്ട് ഗുണിച്ചാൽ മതി. 5 2 10 ആണ് നമ്മുടെ ശരി ഉത്തരം. മനസ്സിലായോ? ഓക്കെ ആണോ? അടുത്ത ചോദ്യം. മക്കളെ 0.36 ബാർ ഇൻറ്റു 0.63 ബാർ, 0.36 ബാർ ഇൻറ്റു 0.63 ബാർ. മക്കളെ ബാർ വന്നാൽ അതിന്റെ അർത്ഥം എന്താണ്? ആ ബാറിന് താഴെ കിടക്കുന്ന 2 അക്കങ്ങളും ആവർത്തിച്ച് പൊയ്ക്കൊണ്ടേയിരിക്കുക. ഇവന്മാർ ഒരിക്കലും എങ്ങും നിൽക്കുന്നില്ല. അതായത് 0.36 36 36 അങ്ങനെ എക്സെട്രാ പോയിക്കൊണ്ടിരിക്കുക. ഇൻറ്റു ഇവിടെ 0.63 63 63 ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുക. അവന്മാരെങ്ങും നിൽക്കുന്നില്ല. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇത് എന്താ റെക്കറിങ് ഡെസിമൽസ്.
ആവർത്തന ദശാംശം എന്ന് പറയും. നിങ്ങൾക്കറിയാം 0.3333 എക്സെട്ര ആണെങ്കിൽ മക്കളെ 3/9 ആ ഉത്തരം. കാര്യം ഒരു സംഖ്യ മാത്രം ആവർത്തിച്ചാൽ ആ സംഖ്യ 9 കൊണ്ട് ഹരിച്ചാൽ മതി. 0.6666 എക്സെട്ര അതിൻ്റെ ഉത്തരം 6/9. 0.111111 എക്സെട്ര 1/9. എടാ ഒരക്കം ആവർത്തിച്ചാൽ അതിനെ ഒരു 9 കൊണ്ട് ഹരിച്ചാൽ മതി. ഒരക്കം ആവർത്തിച്ചാൽ അതിനെ ഒരു 9 കൊണ്ട് ഹരിച്ചാൽ മതി. എങ്കിൽ രണ്ടക്കം ആവർത്തിച്ചാൽ മക്കളെ അതിനെ 2 9 കൊണ്ട് ഹരിച്ചാൽ മതി. രണ്ടക്കം ആവർത്തിച്ചാൽ മക്കളെ അതിനെ 2 കൊണ്ട് ഹരിച്ചാൽ മതി. എന്ന് പറഞ്ഞാൽ എടാ ഇവിടെ 36/99 ഇൻറ്റു ഇവിടെ 63 രണ്ടക്കം 63 രണ്ടക്കങ്ങൾ ആവർത്തിക്കുമോ? അപ്പൊ 63/2 ആവർത്തിച്ചുകൊണ്ട് 2 9. ഓക്കെ, നമുക്കൊന്ന് വെട്ടാം. 36നെയും 99നെയും വെട്ടാൻ പറ്റത്തില്ലേ? 9 കൊണ്ട് വെട്ടാം. 9 11 വെട്ടാം. 9 4 വെട്ടാം. 9 11 വെട്ടാം. 9 7 വെട്ടാം. ഇനി വെട്ടാനൊന്നുമില്ല, ഗുണിച്ചാൽ മതി. 7 4 28. 28/121. അതായത് ഇതിന് തുല്യമായ സംഖ്യ ഇതാണ്. മനസ്സിലായോ? പറഞ്ഞത് മനസ്സിലായോ? ദാ അടുത്തൊരു ചോദ്യം നോക്കിയ മക്കളെ. എടാ 3.55 അതായത് 5 ബാർ എന്ന ഇതിന് തുല്യമായ ഭിന്നസംഖ്യ കണ്ടുപിടിക്കണം. നിങ്ങൾക്കറിയാം 5ന്റെ മുകളിൽ മാത്രം ബാർ വന്നാൽ ആ 5 മാത്രം ആവർത്തിക്കുന്നു. അതായത് 3.5 അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുമോ? ഓക്കെ, നമുക്കറിയാം എടാ ഈ 3 ഇല്ല എന്ന് വെക്ക്. 3 ഇല്ല. ഇവനെ എങ്ങനെ എഴുതും? ഒരക്കം മാത്രം ആവർത്തിച്ചാൽ 5/9 അല്ലേ? ഒരക്കം മാത്രം ആവർത്തിച്ചാൽ 5/9. അപ്പൊ ഇപ്പുറത്തൊരു 3 ഉണ്ടെങ്കിൽ നമുക്ക് എഴുതാം എടാ 2.5 എന്ന് പറഞ്ഞാൽ എന്തുവാ? 2 അധികം 0.5 എന്ന. 3.5 എന്ന് പറഞ്ഞാൽ എന്തുവാ? 3 അധികം 0.5 എന്ന. എടാ 3 അധികം അര എല്ലടാ 3.5. 2 അധികം അര എല്ലടാ 2.5. ശരിയാണോ? 1 അധികം 0.25 അല്ലേ 1.25. അങ്ങനെയെങ്കിൽ മക്കളെ നിങ്ങളൊന്ന് നോക്ക്. എടാ ഒന്ന് നോക്കി. എന്താ ഇവിടെ 3.5555 എക്സെട്ര എന്നതിനെ 3 അധികം 0.5555 എക്സെട്ര എന്ന് പറയാം. 3 അധികം 0.555555 എക്സെട്ര എന്ന് പറയാം. 3.5555 എന്നുള്ളതിനെ 3 അധികം 0.5555 എന്ന് പറയാം. എങ്കിൽ പറ 3 അധികം, ഇനി ഇവനെ എങ്ങനെ മാറ്റി എഴുതാം പറ? 5/9. ഇനി നമുക്കറിയാം ഈ 3ന്റെ താഴെ 1 ഇട്ട് കൊടുത്താൽ 2 ഭിന്നസംഖ്യകളായി. കൂട്ടി പറഞ്ഞാൽ നമ്മുടെ ഉത്തരവായി. അതായത് ഒരു 9 താഴെ 9 3 27 പ്ലസ് 5 27ഉം 5ഉം 32. എടാ 32/9 ആണ് ഇതിന് തുല്യമായ ഭിന്നസംഖ്യ. 32/9 ആണ് ദാ ഇവന് തുല്യമായ ഭിന്നസംഖ്യ. ക്ലിയർ ആണോ? പറഞ്ഞത് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വേഗം അടുത്ത ചോദ്യത്തിലോട്ട് പോകുന്നു. മക്കളെ എക്സ് പ്ലസ് 1/xന്റെ വില 5 ആയാൽ എക്സ് സ്ക്വയർ പ്ലസ് 1/x² വിലയാണ് കണ്ടുപിടിക്കേണ്ടത്. ഇങ്ങനെ സ്ക്വയറിന്റെ പദങ്ങൾ വരുന്ന ചോദ്യങ്ങളുണ്ടെങ്കിൽ കേട്ടോണേ, സ്ക്വയറിന്റെ പദം അതായത് ഇവന്റെ സ്ക്വയറാണ് ഈ കിടക്കുന്നത്, എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട എത്രയേ ഉള്ളൂ? ഇവന്റെ സ്ക്വയറാണ് ഇവനെങ്കിൽ മക്കളെ ഇവന്റെ സ്ക്വയറാണ് ഇവനെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരം എഴുതാൻ ഇവന്റെ സ്ക്വയർ അങ്ങോട്ട് എഴുതണം. അതായത് ഈ ആദ്യ പാർട്ടിന്റെ സ്ക്വയർ അങ്ങോട്ട് എഴുതണം. 5ന്റെ സ്ക്വയർ മക്കളെ 25. എടാ ഇവന്റെ സ്ക്വയർ ഇല്ലയോ? ദാ എക്സിന്റെ സ്ക്വയർ എക്സ് സ്ക്വയർ. അപ്പൊ ദാ ഇവന്റെ സ്ക്വയറാണ് ഈ കിടക്കുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യ പാർട്ടിൽ ഉത്തരം ആരോ അവന്റെ സ്ക്വയർ എഴുതണം. ക്ലിയർ? ഇനി ആദ്യ പാർട്ടിന്റെ ചിഹ്നമാരോ അവന്റെ വിപരീതം എഴുതണം. ആദ്യ പാർട്ടിൽ ചിഹ്നമാരോ അവന്റെ വിപരീതം എഴുതണം. മൈനസ്. ഇത്ര ഓക്കെ ആണോ? എടാ ആദ്യ പാർട്ടിന്റെ ഉത്തരം അങ്ങോട്ട് എഴുതി 25. അതായത് ആദ്യ പാർട്ടിന്റെ സ്ക്വയർ ഇവന്റെ സ്ക്വയറാണ് ഇവനെങ്കിൽ ഇവന്റെ സ്ക്വയർ അങ്ങോട്ട് എഴുതി വെച്ച്. ഇനി ആദ്യ പാർട്ടിന്റെ ചിഹ്നമാരോ അതിന്റെ വിപരീതം.
ഇനി സ്ക്വയർ ആയതുകൊണ്ട് സ്ക്വയറിന്റെ സംഖ്യ ഒരു 2 കൂടെ, സ്ക്വയർ ആയതുകൊണ്ട് സ്ക്വയറിന്റെ സംഖ്യ ഒരു 2 കൂടെ. കഴിഞ്ഞ് നമ്മുടെ ഉത്തരം 23. മനസ്സിലായോ? പറഞ്ഞത് പിടികിട്ടിയോ? ഓക്കെ അല്ലേ? സമയമില്ല, അടുത്ത ചോദ്യത്തിലോട്ട്. 2013 ജനുവരി 1 ചൊവ്വാഴ്ചയാണ്. 2013 ആകെ എത്ര ചൊവ്വാഴ്ചകളുണ്ട്? മക്കളെ നിങ്ങൾ ഓർത്തു വെച്ചു, 2013 ജനുവരി 1 ചൊവ്വയാണ്. ജനുവരി 1 ചൊവ്വയാണ് എങ്കിൽ ആ 2013 ആകെ എത്ര ചൊവ്വാഴ്ചകളുണ്ടെന്നാണ് ചോദിക്കുന്നത്. അപ്പം നിങ്ങൾ അറിയേണ്ട ഇതാണ്, ഒരു സാധാരണ വർഷത്തിൽ, എടാ കേട്ടോണേ, സാധാരണ വർഷത്തിൽ 2013 എങ്ങനെയുള്ള വർഷമാണ്? സാധാരണ വർഷമാണ്. അതെങ്ങനെ മനസ്സിലായി? അവസാനത്തെ രണ്ടക്കം 13-നെ 4 കൊണ്ട് ഹരിക്കാൻ പറ്റിയാൽ അത് അതിവർഷമാണ്. ഹരിക്കാൻ പറ്റിയില്ലെങ്കിൽ അത് സാധാരണ വർഷമാണ്, നോർമൽ ഇയറാണ്. ഒന്നുകൂടെ പറയാം, 2013 അവസാനത്തെ രണ്ടക്കം 13. 13-നെ 4 കൊണ്ട് ഹരിക്കാൻ പറ്റിയാൽ അത് ലീപ്പ് ഇയറാണ്, അതിവർഷമാണ്. ഹരിക്കാൻ പറ്റിയില്ലെങ്കിൽ അത് നോർമൽ ഇയറാണ്, സാധാരണ വർഷമാണ്. അപ്പൊ 2013 ഒരു സാധാരണ വർഷമാണ്. നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഫാക്ട് ഇതേ ഉള്ളൂ. എടാ സാധാരണ വർഷമാണെങ്കിൽ മകളെ, ആ സാധാരണ വർഷത്തിലെ ജനുവരി 1-ാം തീയതിയും ജനുവരി 2-ാം തീയതിയും ഏതെല്ലാം ദിവസങ്ങൾ വരുന്നോ ആ ദിവസങ്ങൾ ആ വർഷത്തിൽ മൊത്തം 53 തവണ ഉണ്ടാകും. ഓർത്തു വെച്ചേക്കണേ. എടാ സാധാരണ വർഷമാണെങ്കിൽ മകളെ, സാധാരണ വർഷമാണെങ്കിൽ ആ വർഷത്തിലെ ജനുവരി 1-ാം തീയതി വന്നത്, ഉദാഹരണം പറഞ്ഞാൽ ഒരു തിങ്കളാണെന്നിരിക്കട്ടെ, ജനുവരി 2-ാം തീയതി വന്നത് ഒരു ചൊവ്വയാണെന്നിരിക്കട്ടെ, എങ്കിൽ ആ വർഷത്തിൽ ജനുവരി 1-ാം തീയതി, നോർമൽ ഇയർ ആണെങ്കിൽ ക്ഷമിക്കുക, ജനുവരി 1-ാം തീയതി വന്ന ദിവസം മാത്രം, ജനുവരി 1-ാം തീയതി വന്ന ദിവസം മാത്രം 53 തവണ ഉണ്ടാവും. 53 തവണ. ഉദാഹരണം പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വർഷത്തിലെ, ഒരു സാധാരണ വർഷത്തിലെ ജനുവരി 1 ഒരു തിങ്കളാണെങ്കിൽ ആ വർഷം മൊത്തം 53 തിങ്കളുണ്ട്. അതുപോലെ ലീപ്പ് ഇയർ ആണെങ്കിൽ മക്കളെ, ഒരു ലീപ്പ് ഇയറിലാണെങ്കിൽ ജനുവരി 1-ാം തീയതിയും ജനുവരി 2-ാം തീയതിയും വന്ന ദിവസങ്ങൾ രണ്ടും, ഉദാഹരണം പറഞ്ഞാൽ ഒരു ലീപ്പ് ഇയർ 2024 ഒരു ലീപ്പ് ഇയർ ആയിരുന്നു. അവിടെ ജനുവരി 1 ഒരു തിങ്കളാണെന്ന് വെക്ക്, ജനുവരി 2 ഒരു ചൊവ്വയാണെന്ന് വെക്ക്, എങ്കിൽ ആ വർഷത്തിൽ മക്കളെ 53 ചൊവ്വയും കാണും, 53 തിങ്കളും കാണും, 53 ചൊവ്വയും കാണും. മനസ്സിലായോ? ഒന്നുകൂടെ പറയാം, സാധാരണ വർഷത്തിൽ ജനുവരി 1-ാം തീയതി വന്ന ദിവസം ഏതാണോ ആ ദിവസം ആ വർഷത്തിൽ 53 തവണ. ലീപ്പ് ഇയറിൽ ജനുവരി 1-ാം തീയതിയും ജനുവരി 2-ാം തീയതിയും വന്ന ദിവസങ്ങൾ ഏതെല്ലാമാണോ ആ ദിവസങ്ങൾ രണ്ടും ആ വർഷത്തിൽ 53 തവണ. മനസ്സിലായോ? എങ്കിൽ പറ, എടാ 2013 ജനുവരി 1 ചൊവ്വയാണ്, ജനുവരി 1 ചൊവ്വയാണ് എങ്കിൽ 2013 ആകെ എത്ര ചൊവ്വയുണ്ടെന്ന് ചോദിച്ചാൽ മക്കളെ 53 ചൊവ്വാഴ്ചകളുണ്ട്. കാര്യം ഒരു സാധാരണ വർഷത്തിലെ ജനുവരി 1-ാം തീയതി വന്ന ദിവസം മാത്രം ആ വർഷത്തിൽ 53 തവണ വരും. അതുകൊണ്ട് നമ്മുടെ ശരി ഉത്തരം ഓപ്ഷൻ സി 53 ആണ്. മനസ്സിലായോ? ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം നോക്കിയ മക്കളെ, 2012 ജനുവരി 1 ഞായറ. 2012 നോക്ക്, 2012 ജനുവരി 1 ഞായറ അല്ലേ? എങ്കിൽ 2012 എത്ര ശനിയാഴ്ചകൾ ഉണ്ടെന്നാ ചോദ്യം. എത്ര ശനി? എടാ എനിക്കറിയാം 2012 എങ്ങനെയുള്ള വർഷമാണ്. പറ. ലീപ്പ് ഇയറാ പറഞ്ഞാൽ ഇടിക്കും. 2012 ലീപ്പ് ഇയറാ. നമുക്കറിയാം എടാ, ലീപ്പ് ഇയറിൽ ജനുവരി 1-ാം തീയതി വരുന്ന ദിവസവും ജനുവരി 2-ാം തീയതി വരുന്ന ദിവസവും മാത്രമേ 53 തവണ വരികയുള്ളൂ. ബാക്കി എല്ലാ ദിവസങ്ങളും 52 തവണയെ കാണത്തുള്ളൂ. മനസ്സിലായോ? ബാക്കി എല്ലാ ദിവസങ്ങളും 52 കാണത്തുള്ളൂ മക്കളെ. എടാ ഈ 2 ദിവസങ്ങൾ മാത്രം ആ വർഷത്തിൽ 53 തവണ വരും. 53 തവണ. അപ്പൊ 2012 ജനുവരി 1 ഒന്ന് നോക്ക്. ജനുവരി 1 മക്കളെ ഞായറ. ജനുവരി 1 ഞായറാണെങ്കിൽ എന്തായാലും ജനുവരി 2 തിങ്കളാ. എങ്കിൽ ഈ 2012 ഈ ഞായറും തിങ്കളും മക്കളെ 53 തവണ വന്നിട്ടുണ്ട്. ഞായറും തിങ്കളും 53 തവണ. നമ്മുടെ ചോദ്യം എത്ര ശനിയാഴ്ച ഉണ്ടായിരുന്നെന്ന്. ശനിയാഴ്ച എന്തായാലും 52 കാണത്തുള്ളു. 52 ഓപ്ഷൻ ബി. മനസ്സിലായോ? പിടികിട്ടിയോ? അടുത്തത്
ദാ ലസാഗു കണ്ടെത്തുക. ലസാഗു കണ്ടെത്തുക. ഇതിന്റെ ലസാഗു കണ്ടെത്തുക. മക്കളെ ഇത് ഇത്രയും കൂടെ ചേർന്നത് ഒരു സംഖ്യ, ഇത് ഇത്രയും കൂടെ ചേർന്നത് മറ്റൊരു സംഖ്യ, ഇത് ഇത്രയും കൂടെ ചേർന്നത് വേറൊരു സംഖ്യ. ഇതിന്റെ ലസാഗു ആണ് ചോദിക്കുന്നതെങ്കിൽ വേഗത്തിൽ ചെയ്യുന്ന മാർഗം പറയാം. ലസാഗു ചോദിച്ചാൽ നിങ്ങൾ എന്തെല്ലാം ബേസ് കാണുന്നു നോക്കണം. എന്തെല്ലാം ബേസ് ഉണ്ട്? ഇവിടെ 2 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്, 7 ഉണ്ട്. അപ്പൊ ഞാൻ എഴുതുക 2, 3, 5, 7. ഓക്കെ, ഇവിടെയും 2, 3, 5, 7. അവിടെ അതേ ഉള്ളൂ. 2, 5, 11. അവിടെ ഒരു 11 ഉണ്ട്, 11. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്തെല്ലാം ബേസ് നിങ്ങളുടെ കണ്ണിൽ കാണുന്നോ, കണ്ണിൽ പെട്ടോ, അത് മൊത്തം നിരത്തി അങ്ങ് എഴുതിയേക്കണം. എന്തെല്ലാം ബേസ് ഇവിടം തൊട്ട് ഇവിടം വരെ എന്തെല്ലാം ബേസ് താഴെ കാണുന്ന സംഖ്യ ഏതൊക്കെയുണ്ടോ. ഇനി ഇവിടെ മക്കളെ എന്താ ഒരു 13 വന്നിരിക്കട്ടെ. ഇവിടെ ഒരു 13 ഉണ്ടെങ്കിൽ ആ ബേസ് നിങ്ങൾ എഴുതണം. ആ ബേസും ഇതിനോടൊപ്പം ചേർക്കണം. ഓക്കെ, ഇനി ചെയ്യേണ്ടത് ഏറ്റവും വലിയ ഈ എഴുതി വെച്ച സംഖ്യകളുടെ ഏറ്റവും വലിയ പവറുകൾ അങ്ങോട്ട് എഴുതണം. ഏറ്റവും വലിയ പവറുകൾ, ഏറ്റവും വലിയ പവറുകൾ. 2ന്റെ ഏറ്റവും വലിയ പവർ മക്കളെ ദാ ഇവിടെ ഉണ്ട്, ഇവിടെ 5. അപ്പൊ 2⁵5. 3ന്റെ ഏറ്റവും വലിയ പവർ ഇവിടെ 3ന്റെ സ്ക്വയർ, ഇവിടെ 3ന്റെ ക്യൂബ്. അപ്പൊ ഏറ്റവും വലിയ 3ന്റെ പവർ 3, 3ന്റെ ക്യൂബാ. അടുത്ത 5ന്റെ ഏറ്റവും വലിയ പവർ, 5ന്റെ ഏറ്റവും വലിയ ഇവിടെ 5⁴4, ഇവിടെ 5⁵5, ഇവിടെ 5�6. അപ്പൊ 5�6. 7ന്റെ ഏറ്റവും വലിയ പവർ ഇവിടെ 7 ഉള്ളു, ഇവിടെ 7⁴4 ഉണ്ട്, 7⁴4. അപ്പൊ അതാ ഏറ്റവും വലുത്. 11 ഇവിടെ മാത്രമേ ഉള്ള ആകെ. അപ്പൊ 11ന്റെ ക്യൂബ്. ദാ ഇതാണ് മക്കളെ ഇവന്മാരുടെ LCM. ഇവന്മാരുടെ LCM മനസ്സിലായോ? ഒന്നുകൂടെ പറയാം. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കണ്ണിൽ കാണുന്ന എല്ലാ ബേസുകളെ എഴുതണം. എല്ലാ ബേസുകളെ എഴുതണം. എല്ലാ ബേസുകളെ എഴുതണം. അവരുടെ ഏറ്റവും വലിയ പവർ കണ്ടുപിടിച്ചെഴുതണം. ഏറ്റവും വലിയ പവർ കണ്ടുപിടിച്ചെഴുതണം. അതാണ് നമ്മുടെ ഉത്തരം. ഓക്കെ, അപ്പൊ ഇതിന്റെ HCF എങ്ങനെ ചോദിച്ചാൽ ഉസാഗു അല്ല മക്കളെ, ഉസാഖ. ഉസാഖ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ എല്ലായിടത്തും, അതായത് ഇവൻ ദാ ഇത്രയും ഒരു സംഖ്യ, ഇവൻ ഇത്രയും വേറൊരു സംഖ്യ, ഇവന്മാരെല്ലാം കൂടെ ചേർന്ന് അടുത്തൊരു സംഖ്യ. ഉസാഖ ചോദിച്ചാൽ നിങ്ങൾ എല്ലായിടത്തും കോമൺ ആയിട്ട് കാണുന്ന ബേസ് എടുക്കണം. ഇവിടെ ഉണ്ടായിരിക്കണം, ഇവിടെ ഉണ്ടായിരിക്കണം, ഇവിടെ ഉണ്ടായിരിക്കണം. എല്ലായിടത്തും കോമൺ ആയിരിക്കണം. എല്ലായിടത്തും അവൻ ഉണ്ടായിരിക്കണം. എല്ലായിടത്തും ഉണ്ടെങ്കിൽ എഴുതാവുള്ളൂ. ഇവിടെ ഉണ്ട്, എന്നാൽ ഇവിടെ ഇല്ല, എഴുതാൻ പറ്റത്തില്ല. 3 ഇടത്തും ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഇനി ഒരു സംഖ്യ തന്നാൽ 4 ഇടത്തും ഉണ്ടായിരിക്കണം. ഉള്ള കോമൺ ബേസ് എടുക്കണം. 2 ഇവിടെ ഉണ്ട്, 2 ഇവിടെ ഉണ്ട്, 2 ഇവിടെ ഉണ്ട്. അപ്പൊ 2 എടുക്കാം. 3 ഇവിടെ ഉണ്ട്, 3 ഇവിടെ ഉണ്ട്, 3 ഇവിടെ ഉണ്ട്. അപ്പൊ 3 എടുക്കാം. 5 ഇവിടെ ഉണ്ട്, 5 ഇവിടെ ഉണ്ട്, 5 ഇവിടെ ഉണ്ട്. അപ്പൊ 5 എടുക്കാം. ഇവിടെ 7 ഉണ്ട്, ഇവിടെ 7 ഉണ്ട്, ഇവിടെ 7 ഇല്ല, ഇവിടെ 7 ഇല്ല. ശരി, ഇവിടെ 11 ഉണ്ട്. ഇവിടെ 11 ഇല്ല. അപ്പോഴേ കളഞ്ഞരായി, ഇനി പറ്റത്തില്ല, 11 ഇല്ല. അപ്പൊ 3 ഇടത്തും ഉള്ളത് 2, 3, 5. 2, 3, 5. ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ടത് ഉസാഖയാണേ, ഉസാഖയാണേ, HCF ആണേ, HCF ആണേ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇവന്മാരുടെ എല്ലാവരുടെയും ഏറ്റവും ചെറിയ പവറിനെ കണ്ടുപിടിച്ചെഴുതണം. ഏറ്റവും ചെറിയ പവറിനെ കണ്ടുപിടിച്ചെഴുതണം. 2ന്റെ ഏറ്റവും ചെറിയ പവർ മകളതാ നോക്ക്, ഇവിടെ 2 സ്ക്വയർ. 3ന്റെ ഏറ്റവും ചെറിയ പവർ ഇവിടെ 3ന്റെ ക്യൂബ, ഇവിടെ 3⁴4, ഇവിടെ 3ന്റെ സ്ക്വയർ ഉണ്ട്. അപ്പൊ ഏറ്റവും ചെറിയ പവർ 3ന്റെ സ്ക്വയർ. 5ന്റെ ഏറ്റവും ചെറുത് ഇവിടെ 5⁵5, ഇവിടെ വെറും 5, 5⁵1, 5ന്റെ ക്യൂബ. അപ്പൊ ഇവിടെ 5⁵1 പറഞ്ഞ 5. ഇതാണ് നമ്മുടെ ഉസാഖ. ഇതാണ് നമ്മുടെ ഉസാഖ. മനസ്സിലായോ? എല്ലായിടത്തും കോമൺ ആയിട്ട് ഉണ്ടായിരിക്കണം. എല്ലായിടത്തും ഉണ്ടായിരിക്കണം. ശേഷം അവന്മാരുടെ ഏറ്റവും ചെറിയ പവറും ആയിരിക്കും നമ്മുടെ ശരി ഉത്തരം. ക്ലിയർ? അപ്പം ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഒരു ക്വിക്ക് റിവിഷനാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് തന്നെ വേണ്ടത്ര രീതിയിൽ അവിടെ നീട്ടി പറയാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇന്ന് വൈകുന്നേരം വീണ്ടും ലൈവുമായിട്ട് ഞാനും രഞ്ജിത്ത് സാറും ശ്രീകുട്ടി മിസ്സും വരുന്നതായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ലൈവിടെ കഴിയുമ്പോഴത്തേക്കും നാളത്തെ പരീക്ഷയെ സധൈര്യം നേരിടാൻ സാധിക്കും. വളരെയധികം കോൺഫിഡൻസോടുകൂടി പരീക്ഷ നേരിടാൻ സാധിക്കും. അപ്പം കൂടുതൽ വിവരങ്ങൾക്കും മറ്റുള്ള എന്തെങ്കിലും ഡൗട്ടുകൾക്കും താഴെ കാണുന്ന നമ്പറിൽ നമ്മുടെ ചലഞ്ചർ ആപ്പിലെ കോഴ്സുകൾക്ക് ഭാഗമാകാൻ കോൺടാക്ട് ചെയ്യുക. തീർച്ചയായിട്ടും നമ്മുടെ ഇതുവരെ യൂട്യൂബ് ക്ലാസ്സുകൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റിൽ യൂട്യൂബ് ക്ലാസ്സുകൾ ലഭ്യമാണ്. നമ്മുടെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആരെങ്കിലും നമ്മുടെ ക്ലാസ്സുകൾ കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
കൂടാതെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യുക. എല്ലാവർക്കും ഒരു നല്ല ദിനം നേരുന്നു. നല്ല പരീക്ഷ ആശംസിക്കുന്നു. ബൈ ഫ്രം ഇസാഖ് പാവുമ്പ.